നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. നടൻ മുരളിയുടെയും നാടകാചാര്യൻ പ്രൊഫസർ ജി ശങ്കരപ്പിള്ളയുടെയും ഓർമ്മയ്ക്കായി ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഡെബ്കാസ് UAE ചാപ്റ്റർ നൽകുന്ന പുരസ്കാരം ദുബായ് ലാവൻഡർ ഹോട്ടലിൽ ഫെബ്രുവരി 25 നടത്തുന്ന സമർപ്പണം 2024 എഡിഷൻ 2 വേദിയിൽ സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ പരീക്ഷണാത്മക നാടകത്തിന്റെ വക്താവും തനത് നാടകങ്ങൾ ഉൾപ്പെടെയുള്ള നാടകക്കളരി പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരനും തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഉൾപ്പെടെയുള്ള നാടക സംരംഭങ്ങളുടെ സ്ഥാപകനുമായിരുന്ന അന്തരിച്ച ജി ശങ്കരപ്പിള്ളയുടെ പേരിലുള്ള ക്രിയേറ്റീവ് ബ്രില്യൻസ് അവാർഡ് സിനിമ നാടക സംവിധായകനും രചയിതാവും നടനുമായ ശ്യാമപ്രസാദിന് സമ്മാനിക്കും. മഹാനടൻ മുരളിയുടെ പേരിലുള്ള ദ ഹോളി ആക്ടർ അവാർഡ് നടി വിൻസി അലോഷ്യസിനാണ്. കോളേജിലെ വിദ്യാഭ്യാസപരമായ മികവ് പുലർത്തുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശിന് കൈമാറും. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയ അഭിലാഷ് മാത്യുവിനെ റിയാദിലെ സഞ്ചാരികളുടെ സംഘടനയായ യാത്ര ആദരിച്ചു. ട്രക്കിങ്ങും ഫോട്ടോഗ്രാഫിയും അഭിനിവേശമാക്കിയ അഭിലാഷ് സൗദിയും ഇന്ത്യയും ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സാഹസിക യാത്രകൾ നടത്തുകയും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം എവറസ്റ്റ് ആണെന്നും അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞെന്നും അഭിലാഷ് പറഞ്ഞു. ഷുമൈസിയിലെ കാലിക്കറ്റ് ലൈവ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ ചാപ്റ്റർ പ്രസിഡന്റ് അബു താഹിർ അധ്യക്ഷത വഹിച്ചു. അഭിലാഷിനുള്ള യാത്രയുടെ ഉപഹാരം ഡോക്ടർ KR ജയചന്ദ്രൻ കൈമാറി. യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങൾ യാത്രാനുഭവങ്ങളും ജീവിതയാത്രയിൽ സഞ്ചാരത്തിനുള്ള പ്രാധാന്യവും പങ്കുവച്ചു. OICC വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന പ്രവാസി സേവന കേന്ദ്ര ജിദ്ദ ഷറഫിയ അബീർ മെഡിക്കൽ സെന്ററിൽ പ്രവർത്തന സജ്ജമാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനഃക്രമീകരിച്ച സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം അബീർ മെഡിക്കൽ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ നിർവഹിച്ചു. പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസമേകാൻ ഉതകുന്ന സേവന കേന്ദ്രം പോലെയുള്ള പ്രവർത്തനങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതും മാതൃകാപരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് ഹക്കീം പാറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കാനും സാധാരണക്കാർക്ക് പ്രയോജനകരമായ വിവിധ സേവനങ്ങൾ ലഭ്യമാക്കാനും ശ്രമമുണ്ടാകുമെന്ന് ഹക്കീം പാറയ്ക്കൽ വ്യക്തമാക്കി. സ്ത്രീകൾ വീടുകളിൽ ഒതുങ്ങേണ്ടവരല്ലെന്നും പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കേണ്ടവരാണെന്നും വനിതാ മുസ്ലിം ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ ഷാഹിനി നിയാസി പറഞ്ഞു. സലാല KMCC 40ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സെക്യുലർ ഇന്ത്യയ്ക്കായി കഠിനാധ്വാനം ചെയ്തവരാണ് ലീഗ് നേതാക്കളെന്നും അവർ പറഞ്ഞു. ഇത്തീനിലെ സ്വകാര്യ ഫാം ഹൗസിൽ നടന്ന കുടുംബസംഗമം KMCC പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂർ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ news@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.